മനപ്രയാസമല്ല, എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുക. ഇനി അങ്ങോട്ട് ലൈവല്ല, ഈ ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇനി ഇതില്ല. നിങ്ങൾക്ക് അറിയാനുള്ള കാര്യം, കൊല്ലം സുധിയുടെ മകൻ കിച്ചുവിന്റെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് 2 ദിവസങ്ങൾക്ക് മുൻപ്. ഇപ്പോ പുതിയ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കിച്ചു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കിച്ചുവിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ സംഭവിച്ച ചില കാര്യങ്ങളാണ്. അതിൽ കിച്ചു പറയുന്നുണ്ടായിരുന്നു, എന്റെ പഠന ചെലവും കാര്യങ്ങളും എല്ലാം ഫ്ലവേഴ്സ് ആണ് നടത്തുന്നത് എന്ന്. കിച്ചു വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് അവരോട് പറഞ്ഞതുമാണ്. എന്നാൽ ഈ ഇന്റർവ്യൂ പുറത്തു വന്നപ്പോൾ ആ ഒരു ഭാഗം മാത്രം അവർ കട്ട് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങളാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കിച്ചു അവരെ സ്വാഭാവികമായിട്ടും വിളിച്ച് ചോദിച്ച് എന്തുകൊണ്ടാണ് ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തത് എന്ന്. അപ്പൊ അവര് പറഞ്ഞ ഒരു ന്യായീകരണം എന്ന് പറഞ്ഞാല് മൈക്ക് എററായി പോയി എന്ന്. ഈ ഒരു ഇന്റർവ്യൂവില്, അതായത് 10-48 മിനിറ്റോളം ഉള്ള ഒരു ഇന്റർവ്യൂവിനകത്ത് ആ ഒരു പോർഷൻ മാത്രം എററായി പോയി, അതായത് മൈക്ക് എററായി പോയി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ കിച്ചു പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാനാണെങ്കിൽ ഒരു കമന്റ് ഇടാം, അത് നിങ്ങൾ അതിനകത്ത് പിൻ ചെയ്ത് വെക്കണമെന്ന്. അപ്പൊ ഒരു പറഞ്ഞാൽ ഓക്കെ, ഞാൻ നിങ്ങൾ കമന്റ് ഇട്ടോളൂ, ഞങ്ങൾ പിൻ ചെയ്ത് വെക്കാമെന്ന്. പക്ഷെ അവര് തന്നെ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് അതാണെങ്കിൽ ഒരു കമന്റ് ഇട്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി അതൊരു കമന്റും ഇട്ട് അതങ്ങ് പിൻ ചെയ്ത് വെച്ച് കിച്ചുവിന്റെ പേരും വെച്ചു. എന്താണേ നടക്കുന്നത്? പലരും തെറ്റിദ്ധരിച്ചു ആ കമന്റ് ഇട്ടത് കിച്ചു ആണ് എന്ന് കരുതി. അതിനിടയിൽ ഒരുപാട് ലൈക്കുകളും കമന്റ്സും എല്ലാം വന്നു, അതായത് കിച്ചു ആണ് എന്ന് കരുതിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഇതുപോലുള്ള ചില കാര്യങ്ങൾ മതി ആ കുട്ടിയുടെ ഒരു ലൈഫ് തന്നെ മാറി മറിയാൻ. കാരണം ഈ ഫ്ലവേഴ്സ് ചാനലാണ് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നത്, ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷെ ഈ കുട്ടി അത് തുറന്ന് പറഞ്ഞതുമാണ്. അപ്പോഴെല്ലാം ആ ഒരു പോർഷൻ മാത്രം അവർ മുക്കിയിട്ടാണ് ഈ ഇന്റർവ്യൂ വിട്ടിരിക്കുന്നത്. ഇപ്പൊ അവര് തന്നെ ചിന്തിക്കില്ലേ, അതായത് ഈ ഫ്ലവേഴ്സ് ചാനലുകാർ ഈ ഒരു ഇന്റർവ്യൂ കാണാനിടയായാല് അപ്പൊ അവര് ചിന്തിക്കില്ലേ എന്തുകൊണ്ട് ഈ പഠനത്തെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചപ്പോൾ അപ്പൊ ഈ ഫ്ലവേഴ്സുകാരാണ് അത് ചെയ്യുന്നത് എന്ന് പറയാത്തത് എന്താ എന്ന് അവർ ചിന്തിക്കില്ലേ? സ്വാഭാവികമായും അത് ചിന്തിക്കും. അവർക്കറിയില്ലല്ലോ ഈ ചാനലുകാര് അത് മുഖ്യതാണെന്ന് അവർക്കറിയില്ലല്ലോ. എന്തായാലും കിച്ചുവിന്റെ ഒരു പുതിയ ഇന്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. പഠിക്കുന്നേ അരീന ആനിമേഷൻ ചിന്നക്കടയില്. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആരാ നോക്കുന്നേ? അതിന്റെ ഫീസും കാര്യങ്ങളെല്ലാം ഫ്ലവേഴ്സാണ് നോക്കുന്നത്. എങ്ങനെ അതിന്റെ എത്ര വർഷത്തെ കോഴ്സ്? അത് 3 ഇയർ കോഴ്സ്. 3 ഇയർ കോഴ്സാണ്. ഇപ്പൊ എത്ര വർഷമായി? 1 വർഷം ആകാൻ പോകുന്നു. ഓഗസ്റ്റ് ആകുമ്പോൾ 1 വർഷം. ഫ്ലവേഴ്സ് ചാനലാണ് പഠിപ്പിക്കുന്നത്. അച്ഛന്റെ സ്ഥലമായ കൊല്ലം ചിന്നക്കടയിലാണ് ഈ പഠിക്കുന്നത് എന്ന് കിച്ചു പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവില് എന്താണ് സംഭവിച്ചത് എന്ന് കിച്ചു തന്നെ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. കിച്ചു ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഇന്റർവ്യൂവിന്റെ അടിയിൽ കൊണ്ടുവന്ന് കിച്ചു ഒരു കമന്റ് ഇട്ടിട്ടുണ്ടല്ലേ? കമന്റ് ഇട്ടായിരുന്നു. അതെന്താ അങ്ങനെ ഇടാനൊരു സാഹചര്യം വന്നേ? അത് എന്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ ആരാ നോക്കുന്നെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ഞാൻ ഫ്ലവേഴ്സിന്റെ പേരാ പറഞ്ഞിരുന്നത്. അപ്പൊ അത് വന്നപ്പം ഇറങ്ങിയപ്പം ആ ഫ്ലവേഴ്സ് എന്നുള്ളത് കട്ടായിപ്പോയി. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കമന്റ് ഇട്ട്, പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എന്റെ കമന്റ് അല്ല, അത് വേറെ അക്കൗണ്ട് ആയിട്ടുള്ള കമന്റാ. അതെങ്ങനെയാ? കിച്ചുവിന്റെ അക്കൗണ്ട് അല്ലേ അത്? അല്ലല്ല, അത് എന്റെ അക്കൗണ്ട് അല്ല, അത് വേറെ അക്കൗണ്ട്. അത് വേറെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് അവര് തന്നെ എനിക്ക് തോന്നുന്നു ഇട്ടായിരിക്കണം. അവര് എന്നെ പിൻ ചെയ്തായിരുന്നു. ഞാൻ വിളിച്ച് ചോദിച്ചു എന്താ ഇങ്ങനെ മാറ്റാൻ കാരണം. അപ്പൊ അവര് പറഞ്ഞെന്ന് വെച്ചാൽ എന്തോ ഓഡിയോ ആ ടൈമിൽ കറക്റ്റായിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് പിൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പൊ അവർ ആ കമന്റ് അല്ല പിൻ ചെയ്തേക്കുന്നു, വേറെ അവര് തന്നെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. പറയുന്നത് കേട്ടില്ലേ, അത് കട്ടായി പോയി എന്ന്. അപ്പോ തന്നെ കിച്ചു വിളിച്ചിട്ട് പറയുകയും ചെയ്ത് ഞാനൊരു കമന്റ് ഇടാം, അതെങ്കിലും പിൻ ചെയ്ത് വെക്കണേ എന്ന്. അതിനു പകരം അവര് തന്നെ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി അതൊരു അവരിട്ട കമന്റ് അത് പിൻ ചെയ്ത് വെക്കുകയും ചെയ്ത്. അതായത് കിച്ചു ഇട്ട കമന്റ് ആണെന്ന് കരുതി ആൾക്കാർ അതിനകത്ത് കയറുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്ത് ഈ ഒരു ചാനൽ ശരിക്കും ഇന്റർവ്യൂ എന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് കാണിച്ചത് പക്ക തെണ്ടിത്തരമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ഈ പയ്യനെ വെച്ച് കളിക്കരുത്, അതവന്റെ ജീവിതമാണ്. അവനെ വിളിച്ചു വരുത്തിയിട്ട് ഈ ഇന്റർവ്യൂ ചോദിക്കുന്ന എന്താ, ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോ നമ്മൾ കേൾക്കുന്നവർക്ക് പോലും ചൊറിഞ്ഞോണ്ട് വരുന്ന ചോദ്യങ്ങളാണ് ഒരു പയ്യന്റെ അടുത്ത് ചോദിക്കുന്നത്. അമ്മ എക്സ്പോസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നതും പിന്നെ ഫോട്ടോഷൂട്ട് നടത്തുന്നതും റീൽസ് ചെയ്യുന്നതും, അമ്മ അങ്ങനെ ചെയ്യുന്ന, അമ്മ ഇങ്ങനെ ചെയ്യുന്ന, ആ ഒരു രീതിയിലുള്ള കുറേ വൃത്തികെട്ട ചോദ്യങ്ങളാണ് ആ കുട്ടിയോട് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്റർവ്യൂ ആണോ എന്ന് പോലും തോന്നിപ്പോകുന്നു. ആ കുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന രീതിയാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്.
അല്ല അപ്പൊ അത് കിച്ചുവിന്റെ അക്കൗണ്ട് അല്ല അത്. അല്ലല്ല, എൻ്റെ അക്കൗണ്ട് അല്ല അത്. പിൻ ചെയ്ത് വെച്ചേക്കുന്ന എൻ്റെ അക്കൗണ്ട് അല്ല. അപ്പൊ കിച്ചുവിന്റെ അക്കൗണ്ട് ഏതാ? എൻ്റെ അല്ലാണ്ട് കിച്ചു എന്നുള്ള അതിന്റെ താഴെ തന്നെ കിടപ്പുണ്ട്. ആ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിൻ ചെയ്ത് വെച്ചേക്കണതിന് എങ്ങോട്ട് 9,000 എങ്ങോട്ട് ലൈക്കോ കമന്റ്സോ സാധനങ്ങളൊക്കെ അത് എഴുതിയേക്കുന്ന രണ്ടും സെയിം കാര്യങ്ങളാണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എൻ്റെ അക്കൗണ്ട് അല്ലെന്ന്. ഓ, അപ്പൊ അവര് വിളിച്ച് സംസാരിച്ചില്ലായിരുന്നോ? ഞാൻ കാര്യം പറഞ്ഞു. ഈ പിൻ ചെയ്ത കാര്യം ഞാൻ സംസാരിച്ചില്ല പിന്നെ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രേണു അമ്മ എന്താ ചെയ്യുന്നത്? ഇപ്പൊ രേണു അമ്മ ഇതിന് പൈസ മുടക്കുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. എൻ്റെ എന്തെങ്കിലും ചിലവിന് എന്തെങ്കിലുമൊക്കെ ചില്ലറ കഴിക്കുമ്പോ അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ല പഠിത്തം കാര്യമൊക്കെ നോക്കുന്ന ഫ്ലവേഴ്സ് തന്നെ മൊത്തം. ഈ മന്ത്ലി കറക്റ്റ് ആയിട്ട് അവര് ഫീസ് അവര് കോളേജിലേക്ക് അടയ്ക്കുവാണോ അതോ കോളേജിലോട്ട് അടയ്ക്കുന്നത്? അത് കിച്ചു വിളിച്ചു പറയേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രാവശ്യം മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പറയുകയും ചെയ്തു, നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ട്. കിച്ചു പറയുന്നുണ്ട് പഠനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, പഠനത്തിന് വേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്തു തരുന്നത് ഫ്ലവേഴ്സ് ചാനലാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത് രേണു ചെയ്തു കൊടുക്കാറുണ്ട് എന്ന് ഈ കിച്ചു നല്ല രീതി വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കിച്ചു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അത് ദേ ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, ഞാൻ രാഹുൽ ദാസ്. ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു പക്ഷെ അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ മകൻ. എന്റെ പ്രിയ അച്ഛന്റെ മരണത്തിന് ശേഷം എന്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു. അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ. ഇതാണ് ആ കിച്ചു വിട്ട പോസ്റ്റ്. മനപ്രയാസമല്ല, എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുക. ഇനി അങ്ങോട്ട് ലൈവല്ല, ഈ ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇനി ഇതില്ല. നിങ്ങൾക്ക് അറിയാനുള്ളത് ഇപ്പൊ നേരിട്ട് എന്നോട് ഇപ്പൊ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഒരു ഇന്റർവ്യൂ ആയിട്ട് ഞാൻ ഇനി. വളരെ നല്ല തീരുമാനം. കാരണം ഈ ഇന്റർവ്യൂസ് എന്നും പറഞ്ഞിട്ട് ഈ കുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് അതിനോട് ചോദിക്കുന്നത് എന്താ? രേണുവിന്റെ റീല്, രേണുവിന്റെ ഫോട്ടോഷൂട്ട്, രേണുവിന്റെ കെട്ടിപ്പിടുത്തം, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് ഈ പയ്യനോട് ചോദിക്കുന്നത്. അതൊക്കെ ഈ പയ്യനോട് ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ കുട്ടിയുടെ പാട് നോക്കിയിട്ട് കൊല്ലത്താണ് ജീവിക്കുന്നത്. അതെല്ലാം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എന്നും പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഈ രീതിയിലൊക്കെ അപമാനിച്ചു വിടുന്നത് പോലെയാണ് എല്ലാവർക്കും തോന്നുന്നത്. ആ പയ്യനെ വിളിച്ചിരുത്തിയിട്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ പയ്യന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇത് ആ പയ്യന്റെ സുഹൃത്തുക്കളും പഠിക്കാൻ പോകുന്നിടത്തും ഒക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ ഇവന്റെ ഈ ഇന്റർവ്യൂ. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി അപമാനിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്നോട് ഡയറക്റ്റ് ചോദിക്കാം. ലക്ഷ്മി നക്ഷത്ര ചേച്ചിയുടെ അമ്മയെ പറ്റി മുമ്പ് വാർത്തക്കാരെ ചോദിച്ചപ്പോൾ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് മറുപടി കൊടുത്തത്. ലക്ഷ്മി ചേച്ചിയുമായി ഇപ്പോ വല്ല ഉടക്കുമുണ്ടോ? ഞാനായിട്ടൊരു കുഴപ്പമില്ല, അമ്മയായിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ ഇടാറുണ്ട്. ഞാനും ലക്ഷ്മി നക്ഷത്രയും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇടയ്ക്കൊക്കെ എന്നെ മെസ്സേജ് അയക്കാറും ഉണ്ടെന്ന് കിച്ചു പറയുന്നു. പിന്നെ ഇനി അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തുമില്ല എന്ന് കിച്ചു പറയുന്നു. ഇഷ്ടമാണ്, പക്ഷെ പലരും ചേർന്ന് ഇപ്പോൾ അവരെ ഒരു കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സ്വയമായിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചു പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. ഞാൻ എങ്ങനെ അമ്മയെടുത്ത് ചെന്ന് ഇങ്ങനെ പറയുക? അമ്മയുടെ പുതിയ ആൽബം കണ്ടോ? എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല, ആക്ടിങ് ഒന്നും ഇതാക്കണം, റെഡിയാവുമായിരിക്കും. അതെ, തുടക്കം എല്ലാരും കിട്ടില്ലാവണമെന്നില്ലല്ലോ. മോനെ, രേണുവിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും മോന്റെ അമ്മയാ മോനറിയാം. അത് മാത്രം നോക്കിയാൽ മതി. ഋതപ്പന്റെ ചേട്ടായിയാണ്. ചേട്ടായി എന്നും ഉണ്ടാവണം. നന്നായി പഠിച്ച് നല്ല നിലയിലെത്തണം. ഉറപ്പായിട്ടും. രേണുവിനെ മിക്കവരും വിമർശിക്കുന്നത് നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി നേടാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. കാരണം എത്ര നെഗറ്റീവ് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നും പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ രേണുവിനെ പലരും വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഈ കിച്ചുവിന് ആരും ഒന്നും പറയേണ്ട ഒരാവശ്യവും ഇല്ല.
അതൊരു പാവം കുട്ടിയാണ്. അത് ഈ ഇന്റർവ്യൂ എന്നും പറഞ്ഞിട്ട് വിളിച്ചിരുത്തിയിട്ട് കുറെ ഊളത്തരങ്ങൾ ചോദിക്കുന്നതിന് കിച്ചു തന്നെ നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. ഇനി ഇന്റർവ്യൂസ് എന്നും പറഞ്ഞിട്ട് ഇനി എന്നെ ആരും വിളിച്ചാൽ ഞാൻ വരില്ല, പോകില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ കാര്യങ്ങളോ അമ്മയുടെ കാര്യങ്ങളോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞാൻ ലൈവ് ഇടും. അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും ഞാൻ പറയാം. അല്ലാതെ ഇനി ഇന്റർവ്യൂസ് എന്നും പറഞ്ഞിട്ട് ഞാൻ വന്നിരിക്കത്തില്ല എന്ന് ഈ കിച്ചു നല്ല രീതിയിൽ പറയുന്നുണ്ട്. അത് ശരിക്കും അങ്ങ് അങ്ങനെ തന്നെ വേണം.